കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് റൂട്ടിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന 2 വീടുകൾ, 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള 2 വീടുകൾ. അതിലെ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എലിവേഷനിൽ മാത്രമാണ് ഈ 2 വീടുകൾക്കും വ്യത്യാസമുള്ളത്. അഞ്ച് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റിനുള്ളിലാണ് ഈ 2 വീടുകളും സ്ഥിതി ചെയ്യുന്നത്. ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു SUV വാഹനം തന്നെ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണുള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കിഴക്ക് സൈഡിലാണുള്ളത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ കൂടി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ള സ്രോതസ്സിനായി ബോർവെല്ലും അതുപോലെ KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. കടപ്പാക്കല്ലുകളും പെബിൾസുമാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് വെജിറ്റബിൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഇവിടെ ലിവിംഗ് സ്പേസ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ലിവിംഗ് സ്പേസിന്റെ വിൻഡോകളെല്ലാം തന്നെ പാനലേജ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വളരെ വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത മനോഹരമായ ഒരു സെപ്പറേഷൻ കാണാം. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. 13.5 അടി നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും വിൻഡോയ്ക്ക് പാനൽ ചെയ്ത് ഈ ഒരു വോൾ ടെക്സ്ചർ പെയിന്റ് നൽകി മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു വാൾപേപ്പറൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോടൊപ്പം തന്നെ ഇവിടെയായിട്ട് വലിയൊരു ക്രോക്കറി യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയോളം നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമിന് ഇവിടെയായിട്ട് ഒരു വലിയ വാൾഡ്രോബും കൂടാതെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ഉം വുഡും ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 13 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിന് ഉള്ളത്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓഫീസ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ് കൂടാതെ ഇവിടെയായിട്ട് ഒരു ഫാമിലി ലിവിങ് സ്പേസ് കൂടി ഉണ്ട്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് വരുന്നത്. ഇവിടെയായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു TV യൂണിറ്റ് കൂടി കാണാം. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫാമിലി ലിവിങ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 11 അടി നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിൽ ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പണിംഗിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 17.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്.
ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, കിഴക്കമ്പലത്തേക്ക് 1.4 കിലോമീറ്റർ, സെന്റ് ജോസഫ് സ്കൂളിലേക്ക് 1.7 കിലോമീറ്റർ, സെന്റ് ആന്റണി സ്കൂളിലേക്ക് 2.4 കിലോമീറ്റർ, സെന്റ് മേരീസ് സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ, സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.3 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 13 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. തികച്ചും ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.